NSS ജനറൽ സെക്രട്ടറിയെ തള്ളിപ്പറയാൻ ആർക്കും കഴിയില്ലെന്നും അങ്ങനെ ചെയ്യാൻ തുനിഞ്ഞാൽ അവന്റെ അഡ്രസ് പോലും കണ്ടില്ലെന്നുമുള്ള കടുത്ത മുന്നറിയിപ്പുമായി ജി സുകുമാരൻ നായർ. മുൻ മന്ത്രിയായ KB ഗണേഷ് കുമാറിനെ NSS ഡയറക്ടർ ബോർഡിൽ നിന്ന് പുറത്താക്കിയതിന് പിന്നാലെയാണ് സംഘടനയ്ക്കുള്ളിലെ അപ്രമാദിത്വം വ്യക്തമാക്കുന്ന സുകുമാരൻ നായരുടെ പ്രതികരണം പുറത്തു വന്നിരിക്കുന്നത്. ഗണേഷ് കുമാറിനെ ഔദ്യോഗികമായി പുറത്താക്കുകയായിരുന്നില്ലെന്നും കാലാവധി കഴിഞ്ഞപ്പോൾ അംഗത്വം പുതുക്കി നൽകാതിരിക്കുകയായിരുന്നു എന്നുമാണ് നേതൃത്വത്തിന്റെ വിശദീകരണം. ഞങ്ങൾ കാണിച്ചത് ജനാധിപത്യപരമാണോ എന്നത് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. വർഷങ്ങളായി ബോർഡിൽ അംഗത്വം കിട്ടാതിരിക്കുന്നവർക്ക് കൊടുക്കണ്ടേ പ്രവർത്തനം നോക്കിയാണ് ആളുകളെ മാറ്റുന്നത്. പരാതിയുണ്ടെങ്കിൽ കേസ് കൊടുക്കാമെന്നും സുകുമാരൻ നായർ പറയുകയുണ്ടായി. NSS ഡയറക്ടർ ബോർഡിലെ 9 അംഗങ്ങളുടെ കാലാവധിയാണ് അടുത്തിടെ അവസാനിച്ചിരുന്നത്. ഇതിൽ ഗണേഷ് കുമാറിനൊഴികെ ബാക്കി 8 പേർക്കും ഡയറക്ടർ ബോർഡ് അംഗത്വം കൃത്യമായി പുതുക്കി നൽകാൻ പെരുന്ന നേതൃത്വം തയ്യാറായി. എന്നാൽ മുൻ മന്ത്രിയുടെ പേര് മാത്രം വെട്ടിമാറ്റപ്പെടുകയായിരുന്നു. ഗണേഷിന് പകരം BRK ബാബുവിനെയാണ് പുതിയ ഡയറക്ടർ ബോർഡ് അംഗമായി സൊസൈറ്റി തിരഞ്ഞെടുത്തത്. നേരത്തെ പത്തനാപുരം NSS താലൂക്ക് യൂണിയനിൽ നിന്നും ഗണേഷ് കുമാർ പുറത്തായിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് സംഘടനയുടെ ഏറ്റവും ഉയർന്ന നയരൂപീകരണ സമിതിയായ ഡയറക്ടർ ബോർഡിൽ നിന്നും അദ്ദേഹത്തിന് അംഗത്വം നഷ്ടമായിരിക്കുന്നത്. NSS നേതൃത്വത്തിന്റെ നിലപാടുകൾക്കെതിരെ ഗണേഷ് കുമാർ അടുത്തിടെ പൊതുവേദികളിലും മാധ്യമങ്ങൾക്ക് മുന്നിലും പരസ്യ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ ഗണേഷ് കുമാറിനെതിരെ വളരെ ശക്തമായാണ് സുകുമാരൻ നായർ ആഞ്ഞടിച്ചത്. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അത് വേലയാ, അത് ഓരോ തൊഴിലാ. ജനറൽ സെക്രട്ടറി അങ്ങനെ തള്ളാൻ ഒക്കെയല്ലോ സാർ ആർക്കും. ജനറൽ സെക്രട്ടറി അതിനുവേണ്ടിയാ ജീവിക്കുന്നത്. അതുകൊണ്ട് ഒരുത്തരും തള്ളി പറഞ്ഞാൽ അവന്റെ അഡ്രസ് കാണുകയല്ലേ. ഞങ്ങൾക്ക് ഇത് വർഷങ്ങളായിട്ടിരിക്കുന്ന വേറെ കിട്ടാതിരിക്കുന്ന ആളുകൾ കൊടുക്കണ്ടേ. ആർക്കെങ്കിലും ഓരോ താലൂക്കിലെ പ്രവർത്തനം അനുസരിച്ചാണ് മാറുന്നത്. ചിലപ്പോൾ 2 പേര് മാറ്റി, ചിലപ്പോൾ 3 പേരെ മാറ്റി. ഇത്തവണ ഒരാളേ ഉള്ളൂ. 12 പേരുടെ പിന്തുണ ഉണ്ടായിരുന്നു. അത് നേതൃത്വത്തിന് ആ കത്ത് കൈമാറിയതാണ്. അദ്ദേഹം കേസ് കൊടുക്കട്ടെ. സാറേ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. 12 പേരുടെ അത് വാലിഡ് ആണോ? നേരത്തെ ഉണ്ടായിരുന്ന കമ്മിറ്റിക്കാരാണ് രാജിവെച്ചത്. ആ രാജിവെച്ചപ്പോ ആ കമ്മിറ്റിക്ക് കോറം തികഞ്ഞു നഷ്ടപ്പെട്ടു. ആ കോറം നഷ്ടപ്പെട്ടപ്പോൾ നമ്മള് പിരിച്ചുവിട്ടു. യൂണിയന്റെ ഭരണത്തിന് പുതിയൊരു സംവിധാനം ഉണ്ടാക്കി. ഇങ്ങരുടെ കൂടെ പിന്നീട് വന്ന ആരാന്ന് എനിക്കറിഞ്ഞുകൂടാ. പിന്നെ തന്നെയല്ല, യഥാർത്ഥ കമ്മിറ്റിയിലുണ്ടായിരുന്ന ആളാണ് കോറം നഷ്ടപ്പെടത്തക്ക രീതിയിൽ രാജിയോടെ തന്നത്. അദ്ദേഹത്തിന് അതിനകത്ത് എന്തെങ്കിലും ഇത് നടന്നിട്ടുണ്ടെങ്കിൽ കേസ് കൊടുക്കാമല്ലോ. എന്താ കേസ് കൊടുക്കാത്ത? ജനാധിപത്യം ഇല്ലെന്ന് NSS ജനാധിപത്യം ഇല്ലെന്ന് ആരെങ്കിലും പറയുമോ? ഏത് കാര്യത്തിലാണ്? അല്ല, അത് വേലയാ. അത് ഓരോ തൊഴിലാ. ജനറൽ സെക്രട്ടറി അങ്ങനെ തള്ളാൻ ഒക്കെയല്ലോ സാർ ആർക്കും. ജനറൽ സെക്രട്ടറി അതിനുവേണ്ടിയാ ജീവിക്കുന്നത്. അതുകൊണ്ട് ഒരുത്തരും തള്ളി പറഞ്ഞാൽ അവന്റെ അഡ്രസ് കാണുകയല്ലേ.